إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല സൂക്ഷ്മത നൽകി ജീവിക്കണമേ എന്നും സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ലോകത്തിന് വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടായേക്കാവുന്ന വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് വ്യാപകമാകേണ്ടിയിരുന്ന ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്ന് യുദ്ധം എന്ന് പറയുന്ന ഒരു മഹാ അപകടം താൽക്കാലികമായിട്ടെങ്കിലും അതിനൊരു ശമനം ലഭിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സ്നേഹികളായ ആളുകൾ മനുഷ്യരെ അകാരണമായി വധിച്ചു കളയുന്നതിൽ ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ആ ആളുകൾക്കെതിരെ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും, അതിൽ വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്, സാധാരണക്കാരായ ആളുകളൊക്കെയുണ്ട്. അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ വലിയ ക്രൂരത ഫലസ്തീനിലെ മക്കൾക്കു നേരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
യഹൂദന്മാരിൽപ്പെട്ട ആളുകൾ തന്നെ ശക്തമായിട്ട് അതിനെതിരെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ അവർക്കെതിരെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായ ആളുകളും പലതരത്തിലുള്ള ആളുകളും അത് ശരിയല്ല എന്ന് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ അവരുടെ നേതാവായിരുന്ന അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പുരോഹിതന്മാർ പോലും ഈ മനുഷ്യക്കുരുതി ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന് പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവിനോട്, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ, അവിടെ മരിച്ചു വീഴുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ചെറിയ കുട്ടികളും പ്രായമായവരും യാതൊരു കണക്കുമില്ലാതെ അപാലപ്രദം ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ദുരന്തത്തിന് ഒരു സമാധാനം ലഭിക്കണമേ എന്ന് അല്ലാഹുവിനോട് നിരന്തരം വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഹോദരങ്ങൾക്ക് വേണ്ടി. ഈ ഒരു സന്ദർഭത്തിൽ ആ ഫലസ്തീനിലെ മക്കളെയും അവിടെയുള്ള ജനങ്ങളെയും ദുരിതത്തിലാക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന കൊടും ക്രൂരത, ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മോശമായ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന ആ ഒരു രാജ്യത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത രാഷ്ട്രമായ ഇറാനിൽ നിന്ന് ശക്തമായ ഒരു പ്രതികരണം ഇസ്രായേലിനുമേൽ വന്നു ഭവിച്ചപ്പോൾ ആളുകൾക്കൊക്കെയും സ്വാഭാവികമായിട്ട് ഹൃദയത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സന്തോഷം സ്വാഭാവികമാണ്. അത്രമേൽ ക്രൂരത കാണിക്കുന്ന ഒരു രാജ്യത്തിന് ഇറാനിൽ നിന്നെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായല്ലോ. അവർക്കും എന്താണ് ദുരിതം, എന്താണ് ദുരന്തം, എന്താണ് മിസൈലുകൾ വന്ന് ഭവിച്ചാൽ അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കേണ്ടി വരിക, സ്വന്തം വീടുകളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എന്താണ്, ദുരിതം എന്താണ്, എത്രമേലാണ് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് ഇസ്രായേലിലെ ചില ഭാഗങ്ങളിലെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുമാർ ഇറാനിൽ നിന്ന് ശക്തമായ ചില തിരിച്ചടികൾ സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇറാൻ ഭരണകൂടത്തോടും അതിൻ്റെ പട്ടാളക്കാരോടുമൊക്കെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തോ ഒരു പ്രത്യേക താല്പര്യമോ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ആ ഒരു സ്വാഭാവികതക്കപ്പുറം ഒരല്പം കൂടി അവരാണ് ശരി എന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ പലപ്പോഴും പ്രതികരണങ്ങൾ കൊണ്ട് ഈ സന്ദർഭങ്ങളിൽ പല മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നത് ഇസ്രായേൽ നടത്തുന്ന ക്രൂരതയേക്കാൾ അപകടകരമായി മാറേണ്ടുന്ന ഒരു സാഹചര്യം അതിലുമുണ്ട്. അത് വ്യക്തമായിട്ട് തിരിച്ചറിയണം. ആരാണ് ഇസ്രായേലികൾ, ആരാണ് ഇന്ന് ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനികൾ എന്നത്. രണ്ടു കൂട്ടരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും പിഴച്ച കക്ഷികളാണ്. തീർച്ചയായിട്ടും യഹൂദികളെക്കാൾ ഒരുപടി മുന്നോട്ട് വന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി അതിന്റെ മുൻ ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളാണ് ഷിയകൾ എന്ന് പറയുന്നത്. എത്രമാത്രം അപകടകാരികളാണ് അവർ എന്ന് അറിയണമെങ്കിൽ അവരുടെ ഒരു ഷഹാദത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, വഅശ്ഹദു അന്ന അലി വലിയുള്ളാഹ് എന്ന് പറയുന്നതോടൊപ്പം അശ്ഹദു അന്ന അബൂബക്കർ വഉമർ വഉസ്മാൻ വആയിഷ വഹഫ്സ ഫിന്നാർ എന്നുകൂടി അവർ പറയണം, അവർ വിശ്വസിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹാ, ഹഫ്സ റളിയല്ലാഹു അൻഹാ ഇവർ നരകത്തിലാണ് എന്നവർ ശക്തമായി വിശ്വസിക്കണം, അത് പ്രഖ്യാപിക്കണം. അത്രമേൽ അപകടകാരികളാണ് ഷിയാക്കളായിട്ടുള്ള ആളുകൾ. ഒരു ചെറിയ പ്രശ്നക്കാരല്ല.
ഇത്രയും അല്ലാഹു സുബ്ഹാനഹു തആല റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സഹചര സഹചാരിയായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്വഹാബികളിൽ മുഹമ്മദ് റസൂലുള്ളാഹിയോടൊപ്പം വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഇസ്ലാമിലെ അറിയപ്പെടുന്ന ഖലീഫമാരിൽ അമീറുൽ മുഅ്മിനീൻ എന്ന ലോക മുസ്ലിങ്ങൾ എക്കാലത്തും ഓർക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുഅ്മിനീങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ഒക്കെ അവര് കാഫിറുകളും ശപിക്കപ്പെട്ടവരും നരകത്തിന്റെ ആളുകളുമാണ് എന്ന് വിശ്വസിക്കണമെന്നതാണ് ആ ഷിയാക്കളുടെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം. അപ്പോൾ സ്വാഭാവികമായ ഇസ്രായേൽ എന്ന് പറയുന്ന ലോക രാജ്യങ്ങളിൽ ഏറ്റവും മുനാഫിക്കുകളായ, ഏറ്റവും ഫാസിക്കുകളായ, കപടന്മാരായ, മനുഷ്യരോട് യാതൊരു തരത്തിലുമുള്ള ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ ക്രൂരത കാണിക്കുന്ന ആ ഒരു രാജ്യത്തെ ശക്തമായി ഒന്ന് തിരിച്ചടിച്ചു എന്നത് കൊണ്ട് അവർ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവർ ഒരു പുണ്യാത്മാക്കളാണ്, പുണ്യമനുഷ്യന്മാരാണ് എന്നൊരു അവസ്ഥയിലേക്കുള്ള ഒരു ഒളിവ്, ഒരു ചിന്ത, അതിനു കടന്ന ഒരു സ്നേഹം ഒരിക്കലും അവരോട് വെച്ചു പുലർത്താൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. അവർ ചെയ്തത്, ആ ചെയ്തതിന് ചില സബബുകളുണ്ട്. നോക്കൂ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലുഅ്ലുഅൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുവാനുണ്ടായ കാരണം ഷിയാക്കൾ പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ലഭിക്കേണ്ടുന്ന ഖിലാഫത്ത് ഉമർ തട്ടിയെടുത്തതാണ് തന്റെ അധികാരം ഉപയോഗിച്ച് എന്നാണ് ഷിയാക്കൾ പറയുന്നത്, ഇറാനികൾ പറയുന്നത്, അവർ വിശ്വസിക്കുന്നത്. ഇറാനികളിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, അവിടെയും ഉണ്ട് കേട്ടോ വിശ്വാസികളായ ആളുകൾ, പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ച് യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനങ്ങളോ പ്രബോധനങ്ങളോ നടത്തുവാനുള്ള അവകാശം അവിടെ ഇല്ല. ഞാൻ ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഖത്തറിൽ ഷിയാക്കളുടെ പള്ളികളുണ്ട്. ആ പള്ളിയിലെങ്ങാനും അറിയാതെ നമ്മളൊന്ന് കയറി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്ഥലം ഒന്ന് വൃത്തിയാക്കും. നമ്മൾ നമസ്കരിച്ച് നമ്മൾ കയറി വന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കും. അത്രമേൽ വിരോധമുണ്ട് അവർക്ക്. നമ്മൾ പള്ളിയിൽ കയറി, അവരുടെ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പോലും പാടുള്ളവരല്ല എന്ന വിശ്വാസം അവർക്കുണ്ട്. അബൂ ലുഅ്ലുഅൽ മജൂസി അദ്ദേഹം സ്വാഭാവികമായിട്ടും മദീനയുടെ ഭരണത്തിന്റെ അവിടുത്തെ നിയമത്തിനനുസരിച്ച് അവിടെയുള്ള നികുതി കൊടുക്കപ്പെടേണ്ട ആളുകളിൽപ്പെട്ട ആളായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ നികുതി അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം അത് കൊടുക്കുവാൻ തയ്യാറായില്ല. ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് അദ്ദേഹത്തെ തന്റെ അടുക്കൽ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നികുതി കൊടുക്കാത്തത്, എന്താണ് കാരണം? ആ ചോദ്യത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, കൊടുക്കുകയില്ല എന്ന ധാർഷ്ട്യമാണെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണം. അതല്ല, കൊടുക്കുവാൻ യാതൊരു പാകവുമില്ല എങ്കിൽ അയാൾക്ക് വേണ്ടുന്ന ഖിദ്മത്ത്, ഒരു നികുതി കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യൻ തന്റെ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉപജീവനത്തിനുള്ള മാർഗം അവർ തിരിച്ചു കൊടുക്കും, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അന്വേഷണത്തിൽ രണ്ടു ഭാഗം എപ്പോഴും ഉണ്ടാകും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നികുതി കൊടുക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, എനിക്കതിനുള്ള സാഹചര്യമില്ല. ചോദിച്ചു, എന്താ നിങ്ങളുടെ ജോലി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആളാണ്. ആയുധങ്ങൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലേ? ഉണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നികുതി കൊടുക്കുന്നില്ല? അപ്പൊ ഒഴികഴിവാണ്, കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലാണ്. അതുകൊണ്ട് കൊടുക്കുവാൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾ നല്ലൊരു ആയുധം ഉണ്ടാക്കി തരണം, പണം കൊടുക്കൂ. അദ്ദേഹം പറഞ്ഞു, കിഴക്കും പടിഞ്ഞാറും സംസാരിക്കുവാൻ പറ്റുന്ന ഒരു ആയുധം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയുന്നുണ്ട് എന്ന്. ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ ആ ഒരു പദപ്രയോഗം ഒരു മുനവച്ച വർത്തമാനമാണ്. ആ മനുഷ്യനാണ് പിന്നീട് ഒരു ആയുധം ഉണ്ടാക്കി റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കുത്തിക്കയറ്റി കൊല ചെയ്യപ്പെടുന്നത്. ആ മനുഷ്യന്, ആ കൊന്ന കൊലപാതകിക്ക് ഇറാനിലെ കാശാൻ എന്ന് പറയുന്ന സ്ഥലത്ത്
അതിമനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രം, ഒരു ഖബറ്, ഒരു ദർഗ ഇറാനികൾ പണിത് അവിടേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, എത്ര പേര്. എന്താണ് അദ്ദേഹത്തെ ഒരു ശാപത്തിന്റെ ആളാക്കാനുള്ള കാരണം, ഒരു ആരാധ്യ പുരുഷനാക്കുവാനുള്ള കാരണം? കൊന്ന ആ ഒരു കൊലപാതകി എന്നത് മാത്രമാണ് അദ്ദേഹത്തിനുള്ള സർട്ടിഫിക്കറ്റ്. അതിനപ്പുറം ഒന്നുമില്ല. മജൂസിയാണ്, അഗ്നി ആരാധകരിൽപ്പെട്ട മനുഷ്യനാണ്. എങ്ങനെ പിന്നെ അതൊരു ദർഗയുടെ ആളായി? അദ്ദേഹത്തിന്റെ പേര് പോലും മാറ്റുന്നുണ്ട് ഇറാനികൾ, ഷിയാക്കൾ. ബാബ ഷുജാഉദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഖബറിന്റെ പേര് നമ്മുടെ നാട്ടിലും കാണാം. അവർക്ക് നമ്മുടെ നാട്ടിലും ആ ഒരു ചര്യ കാണാം. അതാണ് ഷിയാക്കളുടെ ചര്യയാണ് ഇവിടുത്തെ ഖബറാരാധകരായ ആളുകൾ പിന്തുടരുന്നത് എന്ന് പറയുന്നതിന്റെ സത്യമത. എത്ര ഖബർ ആളുകൾ പേരറിയില്ല. നമ്മുടെ പൊന്നാനിയിൽ, പുതുപൊന്നാനിയിൽ ഒരു ഖബറുണ്ട്, മലബത്ത ബീവിയുടെ ഒരു ഖബറുണ്ട്. ആരാണെന്നോ പേരെന്താണെന്നോ ഏത് കുടുംബത്തിൽപ്പെട്ടവരാണെന്നോ അറിയില്ല. അവരുടെ മൗലൂദ് തുടങ്ങുന്നത് തന്നെ ഊരും പേരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഏത് നാട്ടുകാരിയാണെന്ന് അറിയില്ല, പേരും അറിയില്ല. പക്ഷെ അവിടെ കൊടുക്കുന്ന പേരെന്താണെന്നറിയോ? ഫാത്തിമത്ത് ബീവി എന്നാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ആ ഒരു സ്വഭാവം ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാ. ഷുജാഉദ്ദീൻ, ബാബ ഷുജാഉദ്ദീൻ എന്നാണ് ആ മക്ബറയിൽ അവർ കൊടുത്തിട്ടുള്ള പേര്. ഇതിന് പറയുന്ന പേരുണ്ട്, ബൈറൂസി എന്ന പേരുണ്ട്. ഈ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യന് ഉമർ റളിയല്ലാഹുവിനെ കൊന്നു എന്നതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന്റെ ഖബറിനെ പ്രത്യേകമായി ഒരു ആരാധനാ കേന്ദ്രമാക്കി, തീർത്ഥാടന കേന്ദ്രമാക്കി ഈ പറയപ്പെടുന്ന ഇറാനികൾ ഇന്നും അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും ഇസ്ലാമിന്റെ ശത്രുക്കളായി നിൽക്കുന്ന യഹൂദിമാർ ഏതൊരു തരത്തിലാണോ അതിന്റെ മറ്റൊരു അവസ്ഥയിൽ ഈ ഷിയാക്കൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. സൗദിയെയും അതോടൊപ്പം തന്നെ ഇസ്ലാമികമായിട്ട് അല്പമൊക്കെ ശ്രദ്ധയോടുകൂടി കഴിയുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ഏതു സമയത്ത് വേണമെങ്കിലും ആക്രമിക്കുവാനുള്ള പ്രത്യേക താല്പര്യം കൂടി നിലനിൽക്കുന്ന ആളുകളാണ് അവർ എന്നത് ഒരു യാഥാർത്ഥ്യം മറന്നുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനം ഒരിക്കലും വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും ഈ ഭൂമി ലോകത്ത് മനുഷ്യർക്ക് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ അല്ലാഹു തന്നെ ചില കൂട്ടരെ കൊണ്ട് ചില കൂട്ടരെ തടയും. അത് ഖുർആനിൽ വളരെ കൃത്യമായിട്ട് ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ സബബാണ്, അല്ലാഹു കടക്കുന്ന അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള മറ്റുള്ള രാഷ്ട്രങ്ങൾ പൊതുവെ അവിടെയുള്ള അതിന്റെ ഭരണാധികാരികൾ സുഖലോലുപന്മാരായി മാറിയിട്ടുണ്ട്. അത് സത്യമാണ്. ദീനിനോടുള്ള താല്പര്യമോ ഈമാനികമായ ആവേശമോ പരിപൂർണമായി അവരെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഒന്നും നമുക്ക് തോന്നുന്നില്ല അവരുടെയൊക്കെ പല നടപടിക്രമങ്ങളും കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒന്ന് ശക്തമായിട്ട് നിലപാടെടുക്കുവാനോ ഒന്ന് അപലപിക്കുവാനോ പോലുമുള്ള കഴിവോ തന്റേടവുമില്ലാതെ അറേബ്യൻ രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ തരം താഴ്ന്നു പോയിട്ടുണ്ട് എന്നതും സത്യമാണ്. ഈ സന്ദർഭത്തിൽ ഇറാനെ പോലൊരു രാജ്യം, അവരുടെ രാജ്യത്ത് നിരവധി ആളുകളെ ആ രാജ്യത്തിൽ വന്നിട്ടുള്ള, ആ രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഫലസ്തീനിലെ 2-3 നേതാക്കന്മാരെ ആ രാജ്യത്ത് കയറി ചെന്നവർ കൊന്നത്. ഇറാന്റെ തന്നെ അവരുടെ പട്ടാളത്തിൽപ്പെട്ട പ്രധാനികളായ ആളുകളെയും അവർ കൊന്നിട്ടുണ്ട്. ഇതിനൊക്കെയും ഒരു തിരിച്ചടി എന്ന നിലയിൽ ആ രാജ്യം ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേലിന്റെ ക്രൂരതയെ അത്രമേൽ ഹൃദയങ്ങളിൽ സങ്കടമായി വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഇവർ ചെയ്ത ഒരു കാര്യം നന്മയായി തീർച്ചയായിട്ടും തോന്നും. അത് അങ്ങനെ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തീരുമാനമെടുക്കേണ്ടുന്ന ആളുകൾ അതിന്റെ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നില്ല എങ്കിൽ അല്ലാഹു ചില ആളുകളെ കൊണ്ടുവന്ന് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കും. അത് പലതവണ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ അതിലെ 18, 19, 20 തുടങ്ങിയ ആയത്തുകളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മൻ കാന യുരീദുൽ ആജിലത അജ്ജല ലഹു ബിഹാ
ഫീഹാ മാ നശാഉ ലിമൻ നുരീദു ثم جعلناه جهنم يصلاها مذموما مدحورا. ഈ ഭൂമിലോകത്ത് ആരെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന നേട്ടങ്ങളാണ് കൊതിക്കുന്നത് എങ്കിൽ നാം അവർക്ക് അത് ഉടനെ തന്നെ നൽകും. ഉടനെ തന്നെ അല്ലാഹു നൽകും. അങ്ങനെ ആ നാം ഇച്ഛിക്കുന്നവർക്ക് നാം ഇച്ഛിക്കുന്ന അളവിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന തീരുമാനത്തിൽ അത് നൽകും. പിന്നെ നാം അവന് നൽകുന്നത് നരകത്തിയാണ്. നിന്ദനും നിഷേധിക്കപ്പെട്ടവരുമായി അവൻ അവിടെ കുത്തിയിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹുവിനോടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. പടച്ചതമ്പുരാൻ നൽകുന്നതാണ് എനിക്ക് ലഭിക്കുക എന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അതാണ് ഈ ആയത്ത് പ്രത്യേകമായിട്ട് പലപ്പോഴും നമ്മളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞത്. എന്തുകൊണ്ട് ഈ ഫലസ്തീൻ മക്കളെ ഇത്രമേൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കിയിട്ടും എന്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ അവർക്കെതിരെ ഒരു തീരുമാനം അല്ലാഹുവിൽ ഉണ്ടാവാത്തത് എന്നവരെ ചോദിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അതിന്റെ രഹസ്യം എന്തെന്ന് നമുക്കറിയില്ല. ഇതിലൊക്കെയും ചില സത്യങ്ങൾ വെളിപ്പെട്ടു വരാനുണ്ടായിരിക്കാം. നമുക്കറിയില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത, മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാത്ത കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒന്നിനെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിച്ച ആളുകളാണ് നമ്മൾ. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് എല്ലാവരും ബോധ്യപ്പെട്ടു ഒന്നല്ല. ചില നിരീക്ഷണങ്ങളിൽ, ചില പരീക്ഷണങ്ങളിലൂടെ വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ അതിന്റെ ചില കാര്യങ്ങളുടെ രൂപങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു എന്നല്ലാതെ അതിന്റെ പരിപൂർണ രഹസ്യത്തെ കുറിച്ച് ഇന്നും അവ്യക്തമാണ്. എന്താണ് അതിനുള്ള പ്രതിവിധി? അവ്യക്തമാണ്. നമ്മളൊക്കെയും എടുത്തത് അതിന്റെ യഥാർത്ഥ പ്രതിരോധമാണോ? അല്ലെന്നാണ് തന്നവർ തന്നെ പറയുന്നത്. അത് ഉണ്ടാക്കിയവർ തന്നെ പറയുന്നത് അല്ലെന്നാണ്. അപ്പൊ ഇതിലൊക്കെയും നമ്മൾ അറിയാത്ത, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ അന്വേഷണങ്ങൾ കൊണ്ടോ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ ഒരു വലിയ ശാപം അല്ലാഹുവിൽ നിന്നുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് അതായത് തട്ടിമറിക്കുന്നില്ല? അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു എപ്പോഴാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അങ്ങനെ സംഭവിക്കുമോ? നമുക്കറിയില്ല. നമ്മുടെ ആയുസ് കാലത്ത് ഉണ്ടാകുമോ? നമ്മൾ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ മനസ്സിന്റെ ആഗ്രഹം നിഷ്ഠൂരമായ ഒരു രാജ്യത്തെ നിരന്തരം അവരുടെ വീടുകൾ തകർക്കുന്നു, അവരെ കൊന്നൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം നൽകാതിരിക്കുന്നു, അവിടേക്കുള്ള വൈദ്യുതിയും മറ്റുള്ള മുഴുവൻ സഹായങ്ങളും നശിപ്പിക്കുന്നു, ആതുരാലയങ്ങൾ പൊളിച്ചു നീക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിച്ചു കളയുന്നു. എല്ലാ അർത്ഥത്തിലും കൊടും ക്രൂരത ലോകത്തിന്റെ മുമ്പിൽ, ആധുനിക ലോകത്തിന്റെ മുമ്പിൽ ഇത്രമേൽ ക്രൂരത കാണിക്കുന്ന ഒരു സമ്പ്രദായം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയുവാൻ ഈ ഭരണകൂടം ഇത്ര കടന്നു കയറുമ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹുവേ അവർക്കൊരു സഹായം വന്നെത്താത്തത് എന്ന് തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞ അല്ലാഹുവിന്റെ മുമ്പിൽ അപരാധി ബോധിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയായിരിക്കും അത് നമ്മൾക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ അത് സംഭവിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചാൽ അതല്ല, അല്ലാഹുവിന്റെ ഒരു സമയമുണ്ട്. റബ്ബ് ഇതിലൊരു തീരുമാനമെടുക്കും. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. പഠിച്ചവനെ, ഒരു കുഞ്ഞിക്കാല്, ഒരു അനന്തരാവകാശി, ഒരു ഭഗ്നോപല ഒന്ന് കാണുവാനുള്ള നിരന്തര പ്രാർത്ഥന പ്രാർത്ഥിച്ചു മനുഷ്യൻ മടുക്കുകയാണ്. ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകൾ പോലും ഉണ്ട് എന്നാ പറയുന്നത്. എത്രമാത്രം അബദ്ധമാണ്. അല്ലാഹു എപ്പോഴാണ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നൽകുന്നത് നമുക്ക് ഉത്തമമാണോ, ഹൈറാണോ, ഗുണകരമാണോ? അതല്ല നൽകാതിരിക്കുന്നതാണോ ഹൈർ? ഇത് രണ്ടും പറയുന്നത് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് റബ്ബിനോട് പറയാം, അല്ലാഹുവേ ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകുന്നത് ഈ ലോകത്തും പരലോകത്തും ആ നൽകുന്ന സന്താനങ്ങൾക്കും ഞങ്ങൾക്കും അത് ഉപകാരമാണെങ്കിൽ അല്ലാഹുവേ നീ നൽകണമേ. അതിന്റെ രഹസ്യത്തെ അറിയുന്നവന്റെ മാത്രമാണ് അല്ലാഹ്. എത്ര മാതാപിതാക്കളാ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്നത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം വന്ന 2 വാർത്തകൾ. ഒരു മകനാണ് പെറ്റമ്മയെ തീക്കൊളുത്തി കൊന്നത്. മറ്റൊരു വാർത്ത അടിച്ചു കൊന്നു എന്നാണ്. അതൊരു വാർത്തയല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊറ്റി വളർത്തിയ മക്കൾ സ്വന്തം മാതാപിതാക്കളെ
എണ്ണയൊഴിച്ച് കത്തിച്ചു കൊല്ലുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന അതൊരിക്കലും മടുക്കാൻ പാടില്ല. അല്ലാഹുവോട് പ്രാർത്ഥന ഒരിക്കലും നിരന്തരം നിർത്താതെ ആ കാര്യം പഠിച്ചവരെ എത്ര കാലമായി ഇതിന്റെ മുമ്പിൽ ബോധിപ്പിച്ചിട്ടും എന്താണ് ഒരു പരിഹാരമില്ലാത്തത് എന്ന് പോലും അറബിന്റെ മുമ്പിൽ പറയാൻ പാടില്ല. അല്ലാഹ് രഹസ്യങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ്. ഇതിന്റെ ശരിയും അതിന്റെ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവൻ നീ മാത്രമാണ്. അല്ലാഹുവേ, നിന്നോടുള്ള ചോദ്യം എന്നെ ഒരിക്കലും മടുപ്പിക്കുകയില്ലപ്പാ. എന്നാലും നിന്നോട് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. വേറെ എനിക്ക് ചോദിക്കുവാൻ ഒരു കേന്ദ്രവും ഇല്ല. പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ ആ തരത്തിലുള്ള അത്ഭുതകരമായ പ്രയോഗങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് ഇസ്രായിലെ 19-ാമത്തെ ആയത്തിൽ വീണ്ടും പറയുകയാണ്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സയഅഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. എന്നാൽ ആരെങ്കിലും സത്യവിശ്വാസം സ്വീകരിക്കുകയും പരലോകം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയുമാണെങ്കിൽ അറിയുക, അത്തരക്കാരുടെ പരിശ്രമം ഏറെ നന്ദി അർഹിക്കുന്നത് തന്നെ. നമ്മൾ വിശ്വാസികളാകുന്നത് നമ്മുടെ പരലോക വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇഹലോകത്ത് ലഭിക്കുന്നത് സമ്മിശ്രമായിരിക്കും. പരീക്ഷണങ്ങളുണ്ടാവും, സന്തോഷമുണ്ടാകും, സന്താപമുണ്ടാകും. ആ സന്ദർഭത്തിലൊക്കെയും അല്ലാഹുവേ, ഇതിനൊരു പരിഹാരം നിന്നിൽ നിന്ന് മാത്രമാണ്, നിന്നിൽ മാത്രമാണ് പ്രതീക്ഷ. അതുകൊണ്ട് നിന്നോട് പറയുന്നു, അത്തരക്കാർക്ക് അല്ലാഹു പറയാം, അത്തരക്കാർക്കാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവർ. അവരാണ്, അല്ലാഹുവിന്റെ ഇഷ്ടം അവരിലേക്കാണ് എന്ന് പറയാം. അടുത്ത ആയത്തിൽ വീണ്ടും ഒന്ന് പറയാം, വളരെ ശ്രദ്ധേയമായ ഒരു ആയത്ത്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പിൽ ഒരു പുരോഹിതൻ വളരെ മോശമായിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഓതിയ ഒരു ആയത്തും കൂടിയാണ്. എന്താ? ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശിർക്കിന് പ്രതിഫലനം ഉണ്ടാകുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. ശിർക്കിന് പ്രതിഫലനം ഉണ്ടാവില്ല എന്നതാണ് ഈമാൻ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് തൗഹീദ്. ശിർക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ള പ്രതിഫലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കൽ കുഫ്റാണ്, ശിർക്കാണ്. പക്ഷേ കേരളത്തിൽ ഒരു പുരോഹിതനും ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ശിർക്ക് ചെയ്യുന്നവർക്കും പ്രതിഫലം ഉണ്ടാവും അള്ളാഹു പറഞ്ഞു. ഞാനില്ല കുടുങ്ങിയപ്പോ ഒരു ആയത്താണ് വ്യാഖ്യാനിച്ചതാണ് കേച്ചിലാവാൻ വേണ്ടി. ആലോചിക്കണം കേട്ടോ, ഈ ആയത്താണ്. ഈ ആയത്ത് ഓതുമ്പോഴാണ് ആ ഒരു സാഹചര്യം ഓർമ്മ വന്നത്. ഇവിടെ എന്താണ് അല്ലാഹു പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ദുനിയാവിൽ ഇവർക്കും അവർക്കും വളരെ ശ്രദ്ധേയമാണ്. ആരാണ് ഇവരും അവരും? അല്ലാഹുവിനെ ആരാധിക്കുന്നവരും അല്ലാഹുവിനെ ആരാധിക്കാത്തവരും. ഈ രണ്ടു കൂട്ടരും, അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിച്ച് ആരാധിക്കുന്നവരും അല്ലാഹുവിനെ യഥാർത്ഥ വിശ്വാസമില്ലാതെ വികലമായി ജീവിക്കുന്ന ആളുകളും അവിശ്വാസികൾക്കും എന്താണ്? ഈ ലോകത്ത് അല്ലാഹു സഹായം നൽകും. ഈ ലോകത്ത് അല്ലാഹു അവർക്ക് സഹായം നൽകും. അത് അല്ലാഹുവിന്റെ നടപടിക്രമമാണ്. നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പറോട് അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നമുക്കത് ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഒരു ചോദ്യം ചെയ്യാം. ഒരു MLA-യോട് ചോദ്യം ചെയ്യാം, ഒരു മന്ത്രിയോട് ചോദ്യം ചെയ്യാം, മുഖ്യമന്ത്രിയോട് ചോദ്യം ചെയ്യാം, പ്രധാനമന്ത്രിയോടും പറ്റുമെങ്കിൽ ചോദ്യം ചെയ്യാം. എന്താ അങ്ങനെ? കാരണം എന്താ? അവരൊക്കെ മനുഷ്യരാണ്. അവർ ചെയ്ത കാര്യത്തിൽ തെറ്റാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മറുവശം അവർ പറഞ്ഞാണ്. സൃഷ്ടാവിനോട് ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമുള്ളത്? അല്ലാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ വളച്ചവനെ നിന്നെ മാത്രം ആരാധിക്കുന്നത് ഞങ്ങൾക്കും നിന്നെ ആരാധിക്കാത്ത നിഷേധികളായിട്ടുള്ള കുഫാറുകൾക്കും നിരീശ്വരവാദികൾക്കും ഇവിടെ ഞങ്ങളെ പോലെ തന്നെയുള്ള അവരും നേരം വെളുക്കുന്നു, ചായ കുടിക്കുന്നു, അവരും യാത്ര ചെയ്യുന്നു, അവർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ ഇതിന് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റും? അള്ളാഹ് പറയാ, ഈ ഭൂമിയിൽ രണ്ടു കൂട്ടർക്കും അള്ളാഹുവിൻ്റെതായിട്ടുള്ള അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ നൽകും. ഇതിനെയാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കും പ്രതിഫലനം ഉണ്ടാവുന്നു തിരിച്ചു പറഞ്ഞത് കേട്ടോ. ശിർക്കിന് പ്രതിഫലനം ഉണ്ടാവാൻ എന്ത് വേണം? ആ ശിർക്ക് അവരുദ്ദേശിക്കുന്ന ആ ശക്തി വ്യക്തിയിൽ നിന്ന് അവർക്ക് ലഭിക്കണം. അപ്പോൾ ആ ശിർക്കിന് പ്രതിഫലനം ഉണ്ടാവുക. അതുപോലും മനസ്സിലാക്കുന്നില്ല. ഒരാൾ അപ്പുറത്തെ തങ്ങളോട് എന്നിട്ട് പറയും, അപ്പുറത്തെ തങ്ങളെ എനിക്ക് കുട്ടിയില്ല, എനിക്ക് കുട്ടിനെ തരണം, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അപ്പുറത്തെ തങ്ങൾ അയാൾ കുട്ടിനെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമോ? കൊടുക്കില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരു കല്ലിന്റെ മുമ്പിൽ ചെന്നിട്ട് ആ കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ ആ കല്ലിനോട് പറയാം മക്കളില്ല എന്ന് പറഞ്ഞാൽ ആ കല്ല് കൊടുക്കുമോ? പരിഹരിക്കുമോ? ഇല്ല.
ഒരിക്കലും സംഭവിക്കൂല. അങ്ങനെ ഒരിക്കലും സംഭവിക്കൂല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കാരണം ഖുർആൻ പറഞ്ഞതാ, നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഒരു ഉപദ്രവവും ചെയ്യൂല. എത്ര സന്ദർഭങ്ങളിൽ ഖുർആൻ പറഞ്ഞറിയോ, നിങ്ങൾക്കൊരു ഉപകാരം. അതല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച പിതാവിനോട്, പിതാവേ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഒരു ഉപകാരവും ചെയ്യാത്ത ഈ രൂപങ്ങളോടാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു നിലക്കും അതിൽ നിന്ന് ഒരു പ്രതിഫലവും ലഭിക്കൂല എന്നാണ്. എന്നാൽ ചില പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് ഇപ്പോൾ തിരുത്തി പറയുന്ന ചില ആളുകളുണ്ട്. അത് അപകടകരമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നിന്റെ നാഥന്റെ ദാനം തടയാൻ ആർക്കും ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അതാണ് ഈമാൻ. അവിടെയാണ് അല്ലാഹുവിന്റെ റഹ്മാൻ റഹീം എന്ന് പറയുന്ന അതിമഹത്തരമായ ആ രണ്ട് വിശേഷണങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മാനും റഹീമുമാണ്. ഈ ദുനിയാവിൽ നിന്നെ ആരാധിക്കുന്നവർക്കും നാളെ മഹ്ശറയിൽ നിന്നെ ആരാധിച്ചവർക്കും മാത്രം അനുഗ്രഹം ചെയ്യുന്നവർ. നിന്നെ ആരാധിക്കുന്നവർക്കും നിന്നെ ആരാധിക്കാത്തവർക്കും ഈ ദുനിയാവിൽ അവർക്ക് നീ ഉദ്ദേശമൊക്കെ നൽകും. എന്നാൽ മഹ്ശറയിലോ പരലോകത്തോ സ്വർഗം എന്നതോ അത് അല്ലാഹുവിനെ ആരാധിച്ചവർക്കും മാത്രമുള്ളതാണ്. അതോടുകൂടി കഴിഞ്ഞു. ദുനിയാവോടുകൂടി അവരുടെ ആ കാര്യങ്ങളൊക്കെ മുറിഞ്ഞുപോയി. പിന്നീട് അവിടെ നിന്നുള്ള അവന്റെ ബർസഖ് മുതൽ മഹ്ശറ മുതൽ സ്വർഗം വരെ അല്ലാഹുവിനെ ആരാധിച്ചവർക്ക്, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചവർക്ക് മാത്രമായിട്ടുള്ളതാണ്. ദുനിയാവിലെ നിയമം അല്ലാഹു ഈ ദുനിയാവിലുള്ള ആളുകൾക്ക് അഭിച്ചിരിക്കുന്നത് നൽകും. അത് തടയാൻ, അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അതിനെ തടയാൻ ആർക്ക് കഴിയുമെന്നുള്ള ചോദ്യം വരുമ്പോ നമ്മളവിടെ പറയണം, അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അപ്പൊ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇറാനിനെ കൊണ്ട് ആ ഇസ്രായേലിന് ഒരു ചെറിയൊരു പരിഹാരം കൊടുക്കണം അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ നടക്കും. ഇനി ആരാണ് മജൂസികൾ? അവനെ കൊന്നു ജാറുണ്ടാക്കിയെന്ന് പറയുന്ന ഈ മജൂസികൾ അവരാണല്ലോ സൂഫീസത്തിന്റെ തുടക്കക്കാർ. നമ്മുടെ നാട്ടിൽ സൂഫികൾ എന്ന് പറയുന്ന ഒരു കുട്ടി നടക്കുന്നുണ്ട്. സൂഫികളെ അറിയുക, ഇസ്ലാമിനെ അറിയാം. പുതിയ മുദ്രാവാക്യം, പുതിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സൂഫികളെ അറിയുക, ഇസ്ലാമിനെ അറിയാൻ. സൂഫികൾ ആരാ? അഗ്നിയാരാധകരാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഈ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾ. ആരാ? ഷിയകൾ, യഹൂദികളാൽ ഉണ്ടാക്കപ്പെട്ടവർ. യഹൂദികളാണ് ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഷിയാക്കളുടെ അതിന്റെ ആദ്യത്തെ ആള് യഹൂദിയാണ്. മുനാഫിക്കായി ഇസ്ലാമിൽ റസൂലുള്ളാഹിയോടൊപ്പം മുസ്ലിമായി അഭിനയിച്ച് മുനാഫിക്കായി കടന്നു വന്നു. മുഴുവൻ ഫിത്നയും 17 ഗ്രൂപ്പ് ഷിയാക്കളെ ഒരൊറ്റ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഒരാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ആളെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഷിയാസത്തിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെ 17 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ 17 ഗ്രൂപ്പിലും അറിയുക ആരാണ് നേതാവ്. എന്നിട്ട് തമ്മിൽ ഇങ്ങനെ പൊരുതുക. എന്തിന്? തമ്മിൽ പൊരുത് ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള മുഴുവൻ പരിശ്രമങ്ങൾ യഹൂദികളാൽ രൂപീകൃതമായതാണ് ഷിയാക്കൾ. മജൂസികളാൽ, അഗ്നി ആരാധകരാൽ ഉണ്ടായതാണ് സൂഫിയാക്കൾ. ഇതൊക്കെയും ഈ സന്ദർഭങ്ങളിൽ വേർതിരിച്ച് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കൂട്ടരെ കൊണ്ടാണോ മറ്റൊരു കൂട്ടരെ തടയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ കൊടുക്കുന്നത്, ഇതൊക്കെ അല്ലാഹുവിന്റെ സബബുകളിൽ അല്ലാഹു നടത്തുന്ന ദുനിയാവിൽ നടത്തുന്ന ചില കാര്യങ്ങളാണ്. ധാരാളം കാര്യങ്ങൾ ആ വിഷയത്തിൽ ചരിത്രപരമായിട്ടും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഉമ്മ പെറ്റു മുലപിടിക്കുന്ന സമയമായപ്പോൾ ആ സന്ദർഭത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുന്ന സമ്പ്രദായം പുറപ്പെടുവിച്ചു. മൂസാ നബിയെ കൊല്ലാൻ സാധിച്ചില്ല. കാരണം ആ കുട്ടിയെ കിട്ടുന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ പക്കലേക്കാണ്. ആ കുട്ടി അവരാണ് വളർത്തിക്കൊണ്ട്, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഫിറഔന്റെ കൊട്ടാരത്തിൽ വളർന്നു വരുന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ അല്ലാഹു പല തീരുമാനങ്ങളും ഈ ദുനിയാവിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ബോധ്യപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ ബാക്കിയുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾക്ക് ബോധ്യപ്പെടാത്ത ഒന്നിനും അതിനു കവിഞ്ഞുള്ള ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ ഒരു ഭക്തി, ഒരു സ്നേഹമോ
അത് വെക്കുന്നതിന് മുമ്പ് ആരാണവർ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നക്കാരെയും അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നൽകി മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. അമുഖമായി ഓതിവെച്ച ആയത്ത് വല്ലാഹു അഅലമു ബിഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസ്ീറ. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ന് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ സഹായികളായി വരുന്നവർ ഒരു പക്ഷേ നമ്മുടെ സഹായത്തിന് വേണ്ടി ആയിരിക്കില്ല. അതിന്റെ രഹസ്യങ്ങൾ അറിയുന്നവർ അല്ല മാത്രം. കാരണം ഇതിലൊക്കെയും പല നാടകീയതകളും നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളിലൊക്കെയും ഒരുപാട് നാടകീയതകൾ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഇടപെടലും അമേരിക്ക ഇറാനിന്റെ അണുവായുധ കേന്ദ്രങ്ങളിൽ നശിപ്പിച്ചു എന്ന് പറയുന്നതും ഒക്കെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രയേലും ഒരു വലിയ ശത്രുക്കളാണ് എന്ന് നമുക്ക് ബോധ്യം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തോന്നാൻ സമയമായിട്ടില്ല. എന്തായിരിക്കും ഇതിന്റെ ഒക്കെ പര്യവസാനം എന്നത് കത്തിരുന്നു കാണേണ്ടി തന്നെ വരും. അതുകൊണ്ട് നമ്മുടെ സ്നേഹവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ പ്രതീക്ഷയും ഒക്കെ അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അതാണ് അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന് മാത്രമാണ്, അല്ലാഹു അഅലമു, അല്ലാഹു മാത്രം പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് എന്ന്, നിങ്ങളുടെ ശത്രുക്കൾ ആരാണ് എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായിയായ റബ്ബിനെ തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങളുടെ സംരക്ഷണത്തിന് അല്ലാഹു മതിയായവനാണ്. അല്ലാഹുവിന്റെ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. ആ സഹായത്തിനും അല്ലാഹു പലവിധ മാർഗങ്ങളും ഉണ്ടാകും. മലക്കുകൾ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു സഹായിക്കും, മറ്റു പല ജീവികളെയും നിശ്ചയിച്ച് അല്ലാഹു സഹായിക്കും, മറ്റു പല മനുഷ്യരെയും നിശ്ചയിച്ച് അല്ലാഹു സഹായിക്കും. മത്സ്യത്തെ കൊണ്ട് അല്ലാഹു സഹായിച്ചത് നമുക്കറിയാം. ഒരു പ്രവാചകനെ മത്സ്യമാണ് കരയിലേക്ക് എത്തിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അറിയുന്ന, ചരിത്രത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അറിയില്ല എങ്ങനെ സംഭവിക്കുകയാണ്, അക്രമ എങ്ങനെ. പല സന്ദർഭങ്ങളിലും നമുക്കൊക്കെ തന്നെ പലപ്പോഴും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മാർഗത്തിലൂടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് എന്തായിരിക്കും പ്രഭേ അടുത്ത ദിവസത്തിൽ അതിനുണ്ടാകുന്ന എന്ന് അറിയാതിരിക്കുമ്പോൾ കാണാം ഏതെങ്കിലുമൊക്കെ ഒരു വഴിയിലൂടെ വന്നിട്ട് ആ കാര്യം ശരിയാണ്. അത് റബ്ബിന്റെ തീരുമാനം, നമുക്കറിയില്ല. അല്ലാഹുവിനെ പരിപൂർണമായി തഖ്വാബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ അല്ലാഹു വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ അവന് സഹായം ഉണ്ടാവും. ആ സഹായം എങ്ങനെയായാലും സഹായമായാലും അല്ലാഹുവിൽ നിന്നായാലും മതി. അത് അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം, റബ്ബിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. ഈ സഹായം ഇപ്പോൾ ലഭിച്ചത്, ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായത് അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ്. അതാണ് ഈമാൻ, അതാണ് തൗഹീദ്. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മവിശ്വാസികളായി ഇസ്സത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്ന ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങളായി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന അവസാന നിമിഷം ആ ഒരു സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന ആ സന്തോഷകരമായ ആ ഒരു സ്വാഗതം കേട്ടുകൊണ്ട് വിട പറയുന്ന അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളിൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.